ഹായ് ഹലോ ഫ്രണ്ട്സ് ടോക്ക് ഓൺലി PSCയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിൻ്റെ ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഡിഗ്രി പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് 13 ടോപ്പിക്കുകളിൽ നിന്നായിട്ട് 13 ടോപ്പിക്കുകളിൽ നിന്നായിട്ട് 10 മാർക്കിനുള്ള ചോദ്യമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെന്ന് പറഞ്ഞു. അതിലെ പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ക്ലാസ്സാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തത്. ഇനിയും നമ്മളുടെ കഴിഞ്ഞിട്ടില്ല. പദശുദ്ധിയിൽ നമുക്ക് ധാരാളം വാക്കുകൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ് എക്സാമിന് ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏകദേശം 500 വാക്കുകളെങ്കിലും നമ്മൾ മിനിമം പഠിച്ചു വെക്കണം. ബാക്കിയൊക്കെ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് 60 വാക്കുകൾ പഠിച്ചു. ഇന്ന് നമ്മൾ 61ാമത്തെ വാക്ക് പഠിക്കാൻ പോവുകയാണ്. അധ്യക്ഷം എഴുതി നോക്കട്ടോ. ഈ ഒരു ക്ലാസ്സുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതിയതിന് ശേഷം മാത്രമാണ് സ്ക്രീനിൽ വന്നിട്ട് നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അധ്യക്ഷം എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇത് എഴുതാൻ എല്ലാവർക്കും കിട്ടുന്നുണ്ടാകും, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അധ്യക്ഷൻ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതിൽ കൺഫ്യൂഷൻ വരാൻ യാതൊരു ചാൻസും ഇല്ല. എഴുതി നോക്കാട്ടോ. അധ്യക്ഷം ക്ലിയർ ആയോ? ഒന്നും കൂടി എഴുതാം. അധ്യക്ഷം, ഇതാണ് അധ്യക്ഷം. ഇങ്ങനെയാണ് കേട്ടോ എഴുതാം. നെക്സ്റ്റ് അധിഷ്ഠിതം എഴുതി നോക്കട്ടെ. എങ്ങനെയാണ് അധിഷ്ഠിതം എന്ന് എഴുതാം? എഴുതി അധിഷ്ഠിതം, ഈ ടായാണ് കേട്ടോ അതിനകത്ത് ശ്രദ്ധിച്ച് വെക്കണേ. അധിഷ്ഠിതം ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് അനുവാദകൻ എന്നെങ്ങനെയാണ് എഴുതാം? അനു ഉണ്ട് കേട്ടോ, അനുവാദകൻ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന അന്വേഷണം എന്നെങ്ങനെയാണ് എഴുതാം? അന്വേഷണം ക്ലിയർ ആയല്ലോ, അന്വേഷണം. നെക്സ്റ്റ് നമ്മൾ അനാഥ മന്ദിരം. കഴിഞ്ഞ ദിവസം നമ്മൾ അതിഥി മന്ദിരം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനാഥ മന്ദിരമാണ്. അനാഥ മന്ദിരം. ഓക്കെ, നെക്സ്റ്റ് 66ാമതായിട്ട് പറയാൻ പോകുന്നത് അനിവാര്യം. എങ്ങനെയാണ് എഴുതാം? അനി വേണം കേട്ടോ, അനിവാര്യം ക്ലിയർ ആവുന്നുണ്ടല്ലോ, അനിവാര്യം. ഇനി നെക്സ്റ്റ് ഏതാണ്? അനുഗൃഹീതൻ. ഇത് ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ, ചിലർക്ക് ഇത് തെറ്റാൻ ചാൻസ് ഉണ്ട്. അവിടെ നമുക്ക് അനുവിന് എന്തായാലും വേണം. ആണ് കേട്ടോ, അനുഗൃഹീതൻ ക്ലിയർ ആയോ? അനുഗൃഹീതൻ. അടുത്തത് ആസ്തിക്യം. എങ്ങനെയാണ് ആസ്തിക്യം എന്ന് എഴുതുക? ആസ്തിക്യം ക്ലിയർ ആണല്ലോ. അടുത്തത് ആസ്വാദ്യം. എങ്ങനെയാണ് ആസ്വാദ്യം എന്ന് എഴുതാൻ? നമുക്ക് ആസ്വദിക്കാനൊക്കെ നന്നായിട്ട് അറിയുണ്ടാവും. ആസ്വാദ്യം എന്ന് എഴുതാനും അറിയുന്നുണ്ടാവും അല്ലേ. ആസ്വാദ്യം ക്ലിയർ ആണല്ലോ, ആസ്വാദ്യം. കൂട്ടുകാരെ, നമ്മൾ 70ാമത്തെ വാക്കിലേക്ക് കടന്നു കേട്ടോ. ആർഭാടം എന്നെങ്ങനെയാണ് എഴുതുക? ആർഭാടം, നല്ല ആർഭാടാവട്ടെ അല്ലേ വാക്ക്. ആർഭാടം ക്ലിയർ ആണല്ലോ, ആർഭാടം. ഇനി അപഗ്രഥനം എഴുതി നോക്കൂ. അപഗ്രഥനം എങ്ങനെയാണ് അപഗ്രഥനം എന്ന് എഴുതുക? അപഗ്രഥനം ക്ലിയർ ആയോ? അപഗ്രഥനം. നെക്സ്റ്റ് അസ്തമയം എന്നെങ്ങനെയാണ് എഴുതുക? അസ്ത വേണം കേട്ടോ, അസ്തമയം. എങ്ങനെയാണ് അസ്തമയം എന്ന് എഴുതുക? അസ്തമയം. ഓക്കെ, നെക്സ്റ്റ് അധിപതി. എങ്ങനെയാണ് അധിപതി? ഇതിൽ താഴെയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. അധിപതി ഒന്ന് എഴുതി നോക്കൂ. അധിപതി ക്ലിയർ ആണുണ്ടല്ലോ, അധിപതി. ഓക്കെ, അസന്ദിഗ്ധം പറയുമ്പോൾ അസന്ദിഗ്ധം എന്ന് പറഞ്ഞ് പഠിക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടും കേട്ടോ. അസന്ദിഗ്ധം ഒന്നും കൂടി എഴുതി നോക്കൂ.
അസന്ദിഗ്ധം. ക്ലിയർ ആണല്ലോ? അസന്ദിഗ്ധം. നെക്സ്റ്റ് അതിർത്തി. അതിർത്തി എന്ന് എങ്ങനെ എഴുതാം? ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്ത് വാക്ക് എന്നല്ലേ, എന്നാലും എഴുതാടോ. അതിർത്തി. ക്ലിയർ? അതിർത്തി. അടുത്തത് അധ്യാപകൻ. 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 ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് അക്രമാസക്തം. അക്രമാസക്തം എങ്ങനെയാണ്? അക്രമാസക്തം എന്ന് എഴുതാം. അക്രമാസക്തം. ഓക്കെ, അക്രമാസക്തം. അക്രമ ആണ് കേട്ടോ, അക്രമാസക്തം. ഓക്കെ, അതാണ് അക്രമാസക്തം. അടുത്ത് നമുക്ക് അക്ഷന്തവ്യമാണ് എഴുതേണ്ടത്. എങ്ങനെയാണ് അക്ഷന്തവ്യം എന്ന് എഴുതുമെന്ന് എഴുതി നോക്ക്. അക്ഷന്തവ്യം. 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 ഇനി അക്ഷിദ്വന്ദ്വം ഒന്ന് എഴുതിക്കേ. അതെന്ത് വാക്കാല്ലേ? അക്ഷിദ്വന്ദ്വം ഒന്ന് എഴുതി വെക്കുക. അക്ഷി വേണം, ദ്വന്ദ്വം. അക്ഷിദ്വന്ദ്വം. ക്ലിയർ ആയോ? അക്ഷിദ്വന്ദ്വം. ഇനി അഖിലം. 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 നമ്മളെല്ലാം തന്നെ ആവശ്യമുള്ള വാക്കുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 80 എണ്ണായി. അധ്യക്ഷം. ഏതാണ്? അധ്യക്ഷം. അധിഷ്ഠിതം. അനുവാദകൻ. അന്വേഷണം. അനാഥമന്ദിരം. അനാഥമന്ദിരം. അനിവാര്യം. അനുഗൃഹീതൻ. ആസ്തിക്യം. ആസ്വാദ്യം. ആർഭാടം. അപഗ്രഥനം. അസ്തമയം. അധിപതി. അസന്ദിഗ്ധം. അതിർത്തി. അധ്യാപകൻ. അക്രമാസക്തം. അക്ഷന്തവ്യം. അക്ഷിദ്വന്ദ്വം. അഖിലം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് കുറച്ചും കൂടി ഇന്ന് പഠിക്കണം. അതായത് നമ്മൾ ഒരു ക്ലാസ്സിൽ 30 വാക്കുകൾ വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് പഠിക്കണം. ഇത് പഠിച്ച് പോകണം. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ഒരു സില്ലി ആയിട്ടുള്ള കാര്യമായിട്ട് ഇത് തോന്നുന്നുണ്ടെങ്കിലും ഒരു മാർക്കാണ് ഈ ഭാഗത്തുനിന്ന് കിട്ടുക എന്ന് ഓർമ്മ വേണം കേട്ടോ. കാരണം ഇത് വളരെ സിമ്പിളല്ലേ എന്ന് തോന്നാം, പക്ഷേ പഠിച്ചിട്ടില്ലെങ്കിൽ തെറ്റാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. കാരണം ഇത് കാണുമ്പോൾ നമുക്ക് എഴുതാൻ എന്തായാലും തോന്നും. കാരണം നമ്മുടെ മലയാളത്തിലുള്ള അവഗാഹം എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കിത് എഴുതണം എന്ന് തോന്നും. പക്ഷേ തെറ്റിപ്പോയാൽ എന്താവും? അത് കഷ്ടമാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ എഴുതിയ അഖിലം വരെ എഴുതി. ഇനി നമ്മൾ അസാധു. അസാധു എന്ന് എങ്ങനെ എഴുതുക? അസാധു. ആ സാധു അല്ലേ? ആ സാധുവാണ് അസാധു. അസാധു എഴുതി നോക്കൂ. ആ സാധു. ക്ലിയർ? അസാധു. അടുത്തത് അപഗ്രഥനം. അപഗ്രഥനം ഇതിൻ്റെ മുമ്പ് നമ്മൾ എഴുതിയതാ അല്ലേ? അപഗ്രഥനം. അത് വേണ്ട. അഖണ്ഡം. അഖണ്ഡം എങ്ങനെയാണ്? അഖണ്ഡം. അഖണ്ഡത നമ്മൾ മുമ്പ് പഠിച്ചതാട്ടോ. അപ്പോൾ അഖണ്ഡം എഴുതാൻ കിട്ടുന്നുണ്ടാവും. അണ്വായുദ്ധം ഒന്ന് എഴുതി നോക്കൂ. അണ്വായുദ്ധം. അണ്വായുദ്ധം എങ്ങനെയാണ് കേട്ടോ? അണ്വായുദ്ധം എന്ന് എഴുതുക. അണ്വായുദ്ധം. ക്ലിയർ ആണോ? അണ്വായുദ്ധം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? അസ്ഥികൂടം. അസ്ഥികൂടം എന്നെങ്ങനെ എഴുതാം? അസ്ഥി വരട്ടെ. അസ്ഥി കൂടം. ഓക്കെ, അസ്ഥികൂടം. അതൊക്കെ എളുപ്പമല്ലേ? അസ്ഥികൂടമൊക്കെ നമുക്ക് എളുപ്പമാണ്. അസ്ഥികൂടം. അധിക്ഷേപം. എങ്ങനെയാണ് നമ്മൾ അധിക്ഷേപിക്കുക? അധിക്ഷേപം. ക്ലിയർ? അധിക്ഷേപം. അടുത്തത് അങ്കുലി. അങ്കുലി എന്നൊന്ന് എഴുതി വെക്കും. അങ്കുലി. ക്ലിയർ ആയല്ലോ? അങ്കുലി. നെക്സ്റ്റ് ആവൃത്തി. ഇതൊക്കെ കിട്ടുന്നുണ്ടാവും അല്ലേ? ആവൃത്തി. നെക്സ്റ്റ് ആജാനുബാഹു. ചിലർ ആജാനബാഹു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആജാനുബാഹു ആണ് കേട്ടോ. ആജാനുബാഹു ആണ്. ആജാനുബാഹു ആണ് കേട്ടോ. ആജാനുബാഹു.
നെക്സ്റ്റ് ആഡംബരം. ആഡംബരം എന്നെങ്ങനെ എഴുതാം? ആ ഡം ഭരം. ക്ലിയർ ആയോ? ആഡംബരം, ആഡംബരം. ക്ലിയർ ആയോ? ആഡംബരം. അടുത്തത് ആദ്യന്തം. ആദ്യന്തം എന്നെങ്ങനെ എഴുതാം? ആദ്യന്തം, ആദ്യന്തം. ക്ലിയർ ആണല്ലോ? ആദ്യന്തം. നെക്സ്റ്റ് ആസ്വാദ്യം. ഒന്ന് എഴുതി നോക്കൂ. ആസ്വാദ്യം. ഓക്കെ, ഇപ്പം ഇത്രയും മതി. ഒന്ന് പറഞ്ഞു നോക്കാം. അസാധു, അസാധു, അഖണ്ഡം, അണ്വായുധം, അസ്ഥികൂടം, അധിക്ഷേപം, അങ്കുലി, ആവൃത്തി, ആജാനുബാഹു, ആഡംബരം, ആദ്യന്തം, അതുപോലെ ആസ്വാദ്യം. അപ്പോൾ ഇത്രയും വാക്കുകളാണ് നമ്മൾ പഠിച്ചത്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വീണ്ടും ഒരു 30 വാക്കുകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.